മഹാഭാരതം ഒരുപാട് കൗതുകങ്ങളുടെ ഇതിഹാസം കൂടിയാണ്. 5 ഭാര്യമാരുണ്ടായിരുന്ന ഒരാൾ പെൺവേഷത്തിൽ 1 വർഷത്തോളം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 വർഷത്തോളം പെൺവേഷം കെട്ടി ഒരു കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് കൗതുകകരമായിട്ടുള്ള കാര്യമല്ലേ? ആള് മറ്റാരുമല്ല, അർജുനനാണ്. അദ്ദേഹം കെട്ടിയ സ്ത്രീ വേഷത്തിന്റെ പേരാണ് ബൃഹന്തള. വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ ഉത്തര രാജകുമാരിയെ നൃത്തം പഠിപ്പിക്കുന്ന നൃത്ത അധ്യാപിക ആയിട്ടാണ് അദ്ദേഹം ഈ ബൃഹന്തളയുടെ വേഷത്തിൽ കഴിഞ്ഞത്. അദ്ദേഹം ബൃഹന്തളയായി രൂപമാറ്റം നടത്തുവാനുള്ള കാരണമായി പറയുന്നത് ഉർവശിയിൽ നിന്ന്, അപ്സരസായ ഉർവശിയിൽ നിന്ന് അദ്ദേഹത്തിനേറ്റ ഒരു ശാപം നിമിത്തമാണ് എന്നാണ്. ഉർവശി അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ആ പ്രണയാഭ്യർത്ഥന അർജുനൻ നിരസിക്കുകയും അതിനെ തുടർന്ന് ഉർവശി അദ്ദേഹത്തിനെ പെണ്ണായി ജീവിക്കാൻ ശപിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അർജുനന്റെ പിതാവായ ഇന്ദ്രൻ ഇടപെട്ട് അർജുനന്റെ ശാപത്തിനെ മാറ്റി അത് ഗുണപരമായ രീതിയിൽ വിരാട രാജകൊട്ടാരത്തിൽ അജ്ഞാതവാസ സമയത്ത് കഴിഞ്ഞുകൂട്ടാനുള്ള ഒരു സാഹചര്യമാകട്ടെ എന്ന് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് ഉർവശി ശാപം ഉപകാരമായി എന്നൊരു ചൊല്ല് തന്നെ ഇതിനെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ബൃഹന്തളയായി ഈ വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിയുമ്പോഴാണ് കൗരവർ ഈ വിരാട രാജാവിന്റെ പശുക്കളെ മോഷ്ടിക്കാൻ വരികയും ബൃഹന്തളയായിരിക്കുന്ന അർജുനൻ താൻ അർജുനനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആയുധമേന്തി കൗരവർക്കെതിരെ പോരിന് പോവുകയും ഒക്കെ ചെയ്തത് എന്നും പറയുന്നുണ്ട്. എന്തായാലും മഹാഭാരതം ബൃഹന്തള എന്ന് പറയുന്ന അർജുന വേഷത്തിന്റെ കൗതുകം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതുപോലെ വേറെയും ധാരാളം കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.